എല്ലാ കൂട്ടുകാർക്കും എൻ്റെ തമിഴ്നാട് യാത്രാവിശേഷങ്ങളുടെ പാർട്ട് 2ലേക്ക് സ്വാഗതം. ഇത് തെന്മല ഡാമിൻ്റെ പരിസരമാണ്. ഇവിടെ ഒരുപാട് വഴിയോര കച്ചവടക്കാരുണ്ട്. പക്ഷെ രാവിലെ ആയതുകൊണ്ട് കടയൊന്നും തുറന്നിട്ടില്ല. അപ്പോൾ ഈ കാണുന്നതാണ് തെന്മല ഡാം. അപ്പോൾ ശരിക്കും മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല വെള്ളമുണ്ട്. ഷട്ടറൊന്നും തുറന്നിട്ടില്ലെങ്കിലും നല്ലതായിട്ട് വെള്ളം ഒഴുകുന്നുണ്ട്. അപ്പം കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് തെന്മല ഡാമിൻ്റെ കവാടമാണ്. ഇതുവഴിയാണ് നമുക്ക് അകത്തേക്കുള്ള എൻട്രൻസ്. അപ്പോൾ ഇപ്പം രാവിലെ ആയതുകൊണ്ട് വണ്ടികളൊന്നും ഇല്ല. ഉച്ച സമയത്തൊക്കെ ശരിക്കും പാർക്കിങ് വണ്ടികളൊക്കെ ഇപ്പോൾ വെക്കേഷനൊക്കെ കഴിഞ്ഞതുകൊണ്ട് വണ്ടികൾ കുറവായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ സൈഡിലൊക്കെ ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. കാരണം ഇവിടെ ചായ കുടിക്കാനും ഒക്കെ ഉള്ള സൗകര്യം ഉള്ളതുകൊണ്ടാണ്. അത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ശലഭ ഉദ്യാനവും മത്സ്യഫെഡിൻ്റെ കെട്ടിടങ്ങളും ഒക്കെയാണ്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചുകൂടി മുന്നിലോട്ട് പോകുമ്പോൾ നല്ലൊരു വളവുണ്ട് കേട്ടോ. അപ്പോൾ ഒരു KSRTC ബസ് എതിരെ വരുന്നുണ്ട്. ഈ വളവിന് താഴെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മേലെ നിന്ന് വണ്ടി വരുന്നത് കാണാം. അത്രയ്ക്ക് നല്ലൊരു വളവാണ്. അപ്പോൾ കാണാനൊക്കെ നല്ല മനോഹരമായ കാഴ്ചയാണ്. നമ്മൾ വനത്തിനകത്തൂടെ പോകണം. നല്ല തണുപ്പൊക്കെയാണ്, നല്ല തണലും ഒക്കെയാണ്. അപ്പോൾ ഇവിടെ സാധാരണ കുരങ്ങന്മാരൊക്കെ ഒരുപാട് കാണും. അപ്പോൾ ഇപ്പോൾ ഒന്നിനെയും കാണുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ടുള്ള യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കണ്ണറപ്പാലം. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാവരും ഷോർട്സിലും എല്ലാം കണ്ടിട്ടുണ്ട് കണ്ണറപ്പാലം. അപ്പം ഇതുവഴി എപ്പോഴാണ് ട്രെയിൻ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ അടിപൊളി വ്യൂ ആണ് ഇവിടെ. ഒരുപാട് പയ്യന്മാരൊക്കെ വന്നിട്ടുണ്ട്. സെൽഫി എടുക്കാനും ഫോട്ടോ റീലൊക്കെ എടുക്കാനൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് കണ്ണറപ്പാലം. അപ്പോൾ ഒരു തവണയാണ് നമ്മൾ ഇതുവഴി ട്രെയിൻ പോകുന്നത് കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ കാണാത്തവർ കാണണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത്